ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇത് അഭിലാഷ് വൃന്ദാവൻ. എല്ലാവർക്കും NRI ട്രേഡർ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളിന്ന് കാണാൻ പോകുന്നത് ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി വീഡിയോ ആണ്. ഇതിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും ഉപയോഗിക്കുന്ന, എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് ടാറ്റ എന്ന് പറയുന്നത്. എസ്പെഷ്യലി രത്തൻ ടാറ്റ സാറും അതേപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് ടാറ്റ എന്ന ബ്രാൻഡും ബേസിക്കലി ടാറ്റ മോട്ടോഴ്സ് മാത്രമല്ല, ടാറ്റ സ്റ്റീൽ ഉണ്ട്, ടാറ്റ പവർ ഉണ്ട്, സോ മെനി കമ്പനീസ് ആർ ദേ. അപ്പം അവരുടെ ടാറ്റ മോട്ടോഴ്സിൽ വരുന്ന ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കാറുകളും ട്രക്കുകളും ഒക്കെയാണ് അവരുണ്ടാക്കുന്നതും അവർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതും. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ നോക്കേണ്ട എന്താണ്, നമ്മൾ ബിസിനസ്സിൽ അതിൻ്റെ പുതിയതായിട്ടുള്ള ഡെവലപ്മെന്റ്സ് എന്തൊക്കെയുണ്ട് അത് നമുക്ക് പരിചയപ്പെടണം. പ്ലസ് ഫണ്ടമെന്റലി കമ്പനി എന്താണ്, ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ നമ്പേഴ്സ് ഉള്ളത് അത് നോക്കണം. പിന്നെ തേർഡ്ലി ടെക്നിക്കൽ പാറ്റേണിൽ ടാർഗറ്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനെ മൂന്നിനെയും നോക്കിയിട്ട് മാത്രമേ ഞാനൊരു ട്രേഡിലേക്ക് എൻട്രി എടുക്കാറുള്ളൂ. അതേ രീതിയിൽ ഞാൻ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ സെലക്ട് ചെയ്യുന്നത് അതാണ് ഞാൻ എൻ്റെ ഓരോ വീഡിയോസിലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാറുള്ളത്. അങ്ങനെ ചെയ്താൽ മാത്രമേ, അങ്ങനെ നമുക്കൊരു കൺവിക്ഷൻ പവർ നമ്മൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിനെ ടാർഗറ്റ് വരെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കൺവിക്ഷൻ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പോൾ നിഫ്റ്റി താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റി ഇനിയും ഇവിടുന്ന് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു സ്റ്റോക്കിലേക്ക് എൻട്രി എടുക്കുമ്പോൾ ആ സ്റ്റോക്ക് ആ കമ്പനിയുടെ കാരണങ്ങൾ അല്ലാതെ താഴേക്ക് വരുമ്പോഴാണ്, അല്ലെങ്കിൽ നിഫ്റ്റി മൊത്തത്തിലെ മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ താഴേക്ക് വരുന്നുണ്ടെങ്കിൽ, ടെമ്പററി ആയിട്ട് താഴേക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ ഇൻട്രാഡേ ചെയ്യാറില്ല, ഞാൻ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻസ് ചെയ്യാറില്ല. ഇതിനെ മൂന്നിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യാറുള്ള ഒരാളാണ്. നിങ്ങളും അത് ചെയ്യാതിരിക്കുക. നിങ്ങൾ F&O അല്ലെങ്കിൽ ഇൻട്രാഡേ പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിർത്തിയിട്ട് നിങ്ങൾ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് വരിക, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ഞാൻ 7 വർഷമായിട്ട് ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ ഇന്ന് വരെ F&O ട്രേഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു സ്റ്റോക്കിലും, ഞാൻ എടുക്കുന്ന ഒരു സ്വിംഗ് ട്രേഡിങ്ങിലും ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാറില്ല. അപ്പം അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളിപ്പോൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ വിത്ത് ദിസ് നോട്ട്. അനലൈസിങ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് 2 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഒന്ന് ഇൻസ്റ്റാഗ്രാം പേജാണ്, പുതിയതായിട്ട് തുടങ്ങിയതാണ്. രണ്ടാമത്തത് പിന്നെ വാട്സപ്പ് ചാനലാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ കിട്ടും. അത് മറക്കാതെ ഫോളോ ചെയ്യുക. ഐ വുഡ് ഹൈലി റെക്കമെൻഡ് യു ടു ഫോളോ ദ ഇൻസ്റ്റാഗ്രാം പേജ്. അവിടെ ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, ലൈവ് ബൈയിങ് ചെയ്യാറുണ്ട്, അവിടെ എല്ലാം ചെയ്യാറുണ്ട്. ഒന്നും ബയോർസൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾക്ക് അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം റിസർച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ്, റൈറ്റ്? അപ്പോൾ 2 കാര്യങ്ങളും മറക്കാതെ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ആൻഡ് വാട്സപ്പ് പേജ് പ്ലീസ് ഫോളോ. ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ രത്തൻ ടാറ്റ സാറിനെ കുറിച്ച് പറയാതിരിക്കാനേ പറ്റില്ല. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന, ഞാനും ഇഷ്ടപ്പെടുന്ന, ഇന്ത്യ മുഴുവൻ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അത്രയും നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സോ ഒരു നെഗറ്റീവ് മാർക്കും ഇല്ലാതെ ഇവിടെ വന്ന് ബിസിനസ്സിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വേറൊരു ലെവലിലേക്ക് ബിസിനസ്സിനെ എത്തിച്ചതിന് ശേഷം ഇവിടുന്ന് പോയൊരു വ്യക്തിത്വമാണ്. സോ എനിവേ, വി ഓൾ മിസ് ഹിം. ടാറ്റ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ $165 ബില്യൺ ഒരു വലിയ ഗ്രൂപ്പാണ് ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ടാറ്റ മോട്ടോഴ്സ് $44 ബില്യൺ ഒരു കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. 1 മില്യൺ വെഹിക്കിളാണ് ഇവർ ഒരു വർഷം സെല്ല് ചെയ്യുന്നത് മാർക്കറ്റിൽ. 1 മില്യൺ വെഹിക്കിളാണ് എന്ന് വെച്ചാൽ 10 ലക്ഷം വെഹിക്കിളാണ് അവർ സെല്ല് ചെയ്യുന്നത് ഓൺ ആൻ ആവറേജ്. 91,000 അടുത്ത് അവർക്ക് കളക്റ്റീവായിട്ട് അവിടെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. കട്ടിംഗ് എഡ്ജ് ഡിസൈനിലുള്ള സൂപ്പർബായിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള കാറുകളാണ് ഇപ്പോൾ ഇവർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ മറ്റെന്തും ആയിക്കോട്ടെ. ഇപ്പോൾ ടാറ്റേൻ്റെ വെഹിക്കിൾ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, പ്രസ്റ്റീജ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് ഇപ്പോൾ അവർ മാറ്റിയിട്ടുണ്ട്. ഒരുപാട് ആക്സിഡൻറ്റ്സ് ഉണ്ടായിട്ടും തലകുത്തി വരെ ഈ വണ്ടി നെക്സോൺ GB എന്ന് പറയുന്ന ഈ വണ്ടി തലകുത്തി വീണിട്ട് വരെ അതിനകത്തിരിക്കുന്ന ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ള ന്യൂസ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ടാറ്റേൻ്റെ ബിസിനസ്സിലുള്ള പുതിയ ഡെവലപ്മെന്റ്സ് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് EV സെഗ്മെന്റാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. ഇതൊക്കെയാണ് ടാറ്റേൻ്റെ ഇപ്പോൾ വരുന്ന കാറുകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് സ്റ്റൈലിഷ് ആയിട്ടുള്ള സൂപ്പർബായിട്ടുള്ള കാറുകളാണ് ഇവർ കൊണ്ടുവരാൻ പോകുന്നത് മാർക്കറ്റിലേക്ക്. ഇതൊക്കെ അവരുടെ EV സെഗ്മെന്റിൽ വരുന്ന കാറാണ്. അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ബിസിനസ്സിലുള്ള മാറ്റം എന്നും എനിക്ക് പറയാൻ പറ്റും. കാരണം അവർ നമ്പർ 1 EV മാനുഫാക്ചർ ആയിക്കഴിഞ്ഞു. ഇന്ത്യയിൽ 1.5 ലക്ഷത്തോളം കാറുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 2.8 ബില്യൺ കിലോമീറ്റർ ഇവരുടെ കാറുകൾ റൺ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു ടാറ്റേൻ്റെ EV കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഈ കാറിനെ കുറിച്ചിട്ട്, അതൊന്ന് കമൻറ്റ് ചെയ്യുക.
അത് എന്താ പറയുക, എനിക്കൊന്ന് അറിയണമെന്നുണ്ട്. കാരണം ഓലേൻ്റെയൊക്കെ കാറിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ടാറ്റ ഉപഭോക്താവാണെങ്കിൽ, എസ്പെഷ്യലി ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം. സെഗ്മെന്റിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള സംഗതിയായിരുന്നു ലോങ് ഡ്രൈവിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചാർജിങ് സ്റ്റേഷൻസിൻ്റെ അവൈലബിലിറ്റി. ആ രീതിയിൽ നോക്കുമ്പോൾ ടാറ്റയ്ക്ക് 6000-ഓളം ചാർജിങ് സ്റ്റേഷൻസ് ഇപ്പം തന്നെ ഉണ്ട്, റൈറ്റ്? നമുക്ക് ശരിക്കും ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ ഭയങ്കര അഭിമാനം കിട്ടിയ ഒരു സംഗതിയായിരുന്നു ടാറ്റ നമ്മുടെ ജഗ്വാറിനെ അക്വയർ ചെയ്തത്, ലാൻഡ് റോവർ ജഗ്വാറിനെ അക്വയർ ചെയ്തത്. അപ്പം അതിൽ തന്നെ അവരെത്തി. അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ബിസിനസ് അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ടോപ്പ് 5 ആയിട്ട് സെല്ല് ചെയ്യപ്പെടുന്ന 5 കാറുകളിൽ 2 എണ്ണം ടാറ്റയ്ക്കുള്ളതാണ്, ടാറ്റ പഞ്ച് ആൻഡ് ടാറ്റ നെക്സോൺ. അതേപോലെ തന്നെ വോള്യൂം ഓഫ് പാസഞ്ചർ കാർ സോൾഡ് ഇൻ ഇന്ത്യ 2024 എത്ര വോള്യത്തിൽ സെല്ലിംഗ് നടന്നിട്ടുണ്ട്, അതിൽ ടാറ്റ മോട്ടോഴ്സ് സെല്ല് ചെയ്തിരിക്കുന്നത് 5,38,264 വെഹിക്കിളാണ്. അതിന് മുകളിൽ ഹ്യുണ്ടായി ഉണ്ട്, ഏറ്റവും മുകളിൽ മാരുതി സുസുക്കി ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് തേർഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യക്ക് പുറത്ത് എവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്തോനേഷ്യ, തായ്ലൻഡ്, വിയറ്റ്നാം, ലാറ്റിൻ അമേരിക്കയിൽ അവർ എത്തിക്കഴിഞ്ഞു. സാർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ ബൗണ്ടറികൾ പങ്കിടുന്ന കുറച്ച് കൺട്രീസിൽ അവർ എത്തിയിട്ടുണ്ട്. സബർബ്, സഹാറൻ ആഫ്രിക്കയിൽ മൊത്തത്തിലും ഓൾമോസ്റ്റ് അവർ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിലാണ് ഇവരുടെ ബിസിനസ് ഇവോൾവ് ആവുന്നത്. വളരെ വലിയൊരു സാമ്രാജ്യം തന്നെ ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഉള്ളത് എവിടെയൊക്കെയാണ്? 125 കൺട്രീസിൽ അവരുണ്ട്. 9400ഓളം ടച്ച് പോയിന്റ് അവർക്കായി കഴിഞ്ഞു. 7 അസംബ്ലി ഫെസിലിറ്റീസ് അവർക്കുണ്ട്. 3 ഡിസൈൻ ലാബ്സ് അവർക്കായി കഴിഞ്ഞു. 25 മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് അവർക്കായി കഴിഞ്ഞു. 9 R&D സെൻറ്റേഴ്സ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സും അവരുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. സോ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന പുതിയ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് മനസ്സിലായി. EVയിൽ അവർ നമ്പർ 1 ആയി കഴിഞ്ഞു. പിന്നെ നോക്കുമ്പോൾ ഇവരുടെ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു വിഷയം എന്ന് പറയുന്നത് ഇവരുടെ റവന്യൂ ബ്രേക്കപ്പ് ഞാൻ നോക്കുമ്പോൾ 69% ഇവർക്ക് ജാഗ്വർ ആൻഡ് ലാൻഡ് റോവർ എന്ന് മാത്രം വരുന്ന റവന്യൂ. അതൊരു ഭയങ്കര വലിയ അച്ചീവ്മെൻ്റ് ആണ്. കാരണം നിങ്ങൾ ടാറ്റേൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പോയി നോക്കുമ്പോൾ 4,40,000 കോടി രൂപയാണ് അവരുടെ ടോട്ടൽ റവന്യൂ വന്നിരിക്കുന്നത്. അതിൽ തന്നെ ടാറ്റ മോട്ടോഴ്സിന് അവരുടെ റവന്യൂവിൽ 69% വന്നിരിക്കുന്നത് ജാഗ്വർ ആൻഡ് ലാൻഡ് റോവറിൻ്റെ സെല്ലിങ്ങിൽ നിന്നാണ്. ഇറ്റ്സ് എ വെരി ബിഗ് അച്ചീവ്മെൻറ്റ്. ടാറ്റ കൊമേഴ്ഷ്യൽ വെഹിക്കിളിന് 18%, ടാറ്റ പാസഞ്ചർ വെഹിക്കിളിന് 12%. ഓക്കെ, ഇതിൽ തന്നെ ഈ 69% സെയിൽസ് വന്നു എന്ന് പറയുമ്പോൾ ഇനി ഫർദർ നോക്കിക്കഴിഞ്ഞാൽ 1,68,000 യൂണിറ്റ്സിനുള്ള ഓർഡർ ബുക്ക് ടാറ്റയ്ക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. അവർക്ക് എന്ന് വെച്ചാൽ ഓർഡർ കിട്ടിയിട്ട് മാത്രമേ അവർ പ്രൊഡക്ഷൻ നടത്തുന്നുള്ളൂ. അപ്പോൾ അതിൽ തന്നെ 1,68,000 യൂണിറ്റ്സിനുള്ള ഓർഡർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ 1,68,000 തന്നെ 77% വന്നിരിക്കുന്നത് ടാറ്റേൻ്റെ RRS അതേപോലെ തന്നെ ഡിഫൻഡർ പോലത്തെ മോഡലുകൾക്കാണ് ഏറ്റവും കൂടുതൽ അവിടെ പിന്നെ എന്താ പറയുക മാർക്കറ്റ് ഷെയർ ഉള്ളത്, റൈറ്റ്? ഇതൊരു കാര്യമുണ്ട്. പിന്നെ അവരുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ ചെയ്യുകയാണ്. 30% കപ്പാസിറ്റി എക്സ്പാൻഷൻ ചെയ്യാനും കമ്പനി ശ്രമിക്കുന്നുണ്ട് ഓവർ ടൈം. കൊമേഴ്ഷ്യൽ വെഹിക്കിളിൽ കമ്പനിക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 42% മാർക്കറ്റ് ഷെയർ ഇന്ത്യയിലുണ്ട്. അതേപോലെ തന്നെ ടാറ്റേൻ്റെ പാസഞ്ചർ വെഹിക്കിൾ മാർക്കറ്റ് ഷെയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 13.5% ഇന്ത്യയിൽ മാർക്കറ്റ് ഷെയർ ഇവർക്ക് ടാറ്റേൻ്റെ പാസഞ്ചർ വെഹിക്കിൾക്കുണ്ട്. സെഗ്മെൻറ്റിൽ മാത്രം 75% ടാറ്റയ്ക്ക് മാർക്കറ്റ് ഷെയർ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കെപെക്സ് നോക്കിക്കഴിഞ്ഞാൽ 3,781 കോടി രൂപ അവർ PV ആൻഡ് EV സെഗ്മെൻറ്റിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കെപെക്സ് എസ്റ്റിമേറ്റഡ് അബൌട്ട് 8,000 കോടാണ്. അതിൽ തന്നെ 3,700 കോടി രൂപ അവർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. എക്സ്പാൻഷൻ പ്ലാൻ നമ്മൾ നോക്കുമ്പോൾ കമ്പനിയുടെ എക്സ്പാൻഷൻ പ്ലാൻ നമ്മൾ നോക്കുമ്പോൾ ഫോർഡിൻ്റെ സെനാൻഡിലുള്ള ഒരു ഫെസിലിറ്റിനെ അവർ വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആനുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3 ലക്ഷം യൂണിറ്റ് ഉണ്ടാക്കാനുള്ള ആനുവൽ കപ്പാസിറ്റി ഈ ഒരു ഫെസിലിറ്റിക്ക് മാത്രമുണ്ട്. സ്കെയിലബിൾ അപ് ടു 4,20,000 വെഹിക്കിൾ പെർ ആനം ഈ ഒരു ഫെസിലിറ്റി നിന്ന് മാത്രം ഉണ്ടാക്കാനുള്ള കഴിവ് ഈ ഒരു ഫെസിലിറ്റിക്ക് ഉണ്ട്. ബേസിക്കലി അതിനെ അവർ അക്വയർ ചെയ്തിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിന് ഇന്ത്യയിൽ മാത്രം 10 മാനുഫാക്ചറിങ് യൂണിറ്റ്സ് അവർ ഓൺ ചെയ്യുന്നുണ്ട്. 5 എണ്ണം UK-യിലുണ്ട്, 2 എണ്ണം യൂറോപ്പിലുണ്ട്. ആൻഡ് ഹാസ് ഓൾസോ സെറ്റപ്പ് എ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഇൻ ചൈന ഇൻ എ ജോയിന്റ് വെഞ്ചർ വിത്ത് ചെറി ഓട്ടോമൊബൈൽസ്. ഇറ്റ്സ് എ വെരി വെരി ബിഗ് അച്ചീവ്മെന്റ് ഫോർ us ആസ് ഇന്ത്യൻസ്, അല്ലേ? ഇറ്റ് ഓൾസോ ഓപ്പറേറ്റ്സ് വേരിയസ് R&D സെൻറ്റേഴ്സ് ഫ്രം UK, നോർത്ത് അമേരിക്ക, യൂറോപ്പ് ആൻഡ് ഇന്ത്യ.
അപ്പോൾ ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി. ഇനി സെയിൽസ് നമ്മൾ നോക്കുമ്പോൾ 61,000 കോടി രൂപ സെപ്റ്റംബർ 2021. ഇതെങ്ങനെ കമ്പയർ ചെയ്യുക? സെപ്റ്റംബർ 2021, സെപ്റ്റംബർ 2022, സെയിം മന്ത് ഡിഫറെൻറ്റ് ഇയർ. ഓക്കെ, അപ്പം 61,379 കോടി രൂപ, ഇവിടെ 79,000, ഇവിടെ 1,05,000, ഇവിടെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 1,01,450 കോടി രൂപേൻ്റെ സെയിൽസ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ ക്വാർട്ടറിൽ. നെറ്റ് പ്രോഫിറ്റ് എന്താണ്? -4,000, -800, ഇപ്പോൾ +3,832 3,450 കോടി രൂപ പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ. അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും ഈ ക്വാർട്ടറിൽ സെയിൽസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യണം. ഇങ്ങനെ കമ്പയർ ചെയ്യുക. അപ്പോൾ 1,88,793 കോടി രൂപയിൽ തുടങ്ങിയ ബിസിനസ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 4,40,000 കോടി രൂപയായിട്ട് ഹയസ്റ്റ് എവർ സെയിൽസ് കമ്പനി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ മാർജിൻ കമ്പനിക്ക് ഇപ്പോൾ 14% ആണ് ഉള്ളത്. അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുമ്പോൾ ഗ്രേറ്റ് ആയിട്ട് നെറ്റ് പ്രോഫിറ്റ് -13,000 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്ന കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. ഇപ്പോൾ നോക്കുമ്പോൾ +33,816 കോടി രൂപയായിട്ട് ഹയസ്റ്റ് എവർ നെറ്റ് പ്രോഫിറ്റ് കമ്പനി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ EPS ഇൻക്രീസ് ആയിട്ടുണ്ട്. 99.33 EPSലാണ് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ ഉള്ളത്. കമ്പനിയുടെ അടുത്ത് റിസർവ് എന്ന് പറയുന്നത് 1,00,000 കോടി രൂപയായിട്ട് റിസർവ് കമ്പനിയുടെ അടുത്ത് കൂടിയിട്ടുണ്ട്. ഹയസ്റ്റ് എവർ റിസർവ് ആണ്. കമ്പനീൻ്റെ ബോറോയിങ് അവർ 1,07,000 കോടി രൂപയിൽ നിന്ന് 1,06,000 കോടി രൂപയായിട്ട് കുറച്ചിട്ടുണ്ട്. CWIP എന്ന് പറഞ്ഞാൽ കറന്റ് വർക്ക് ഇൻ പ്രോഗ്രസ്, ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ്, അവർ പുതിയതായിട്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നു ആ പൈസ എന്ന് പറയുന്നത് CWIPയിൽ വരും, കറന്റ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ വരും. അത് നമ്മൾ നോക്കുമ്പോൾ 15,000 കോടി രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ സ്വന്തം അസറ്റുകൾ, വർക്കബിൾ ആയിട്ടുള്ള ഓപ്പറേഷണൽ ആയിട്ടുള്ള അസറ്റുകൾ എന്ന് പറയുന്നത് ഇവിടെ വരും, ഫിക്സഡ് അസറ്റിൽ വരും. അത് 1,57,000 കോടി രൂപയായിട്ട് ഹയസ്റ്റ് എവർ ഫിക്സഡ് അസറ്റുള്ള കമ്പനിയായിട്ട് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് മാറിക്കഴിഞ്ഞു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ 42% പ്രൊമോട്ടറിൻ്റെ കയ്യിലും, FIIs 20%, DIIs 16%, പബ്ലിക്കിൻ്റെ കയ്യിൽ 20% ഇപ്പോൾ ഉണ്ട്. കമ്പനീൻ്റെ PE റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ ലോവസ്റ്റ് വാല്യുവേഷനിൽ കമ്പനി ഇപ്പോൾ അവൈലബിൾ ആണ്. അവരുടെ പിയർ കമ്പാരിസൺ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അതിലും ടാറ്റ മോട്ടോഴ്സിൻ്റെ PE റേഷ്യോ ഏറ്റവും കുറവാണ് ഇപ്പോൾ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായി. ഇതിൽ യാതൊരു പ്രശ്നങ്ങളും എനിക്ക് കാണുന്നില്ല. ഫ്യൂച്ചറിൽ ഓർഡർ ബുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ദർ ഇസ് നോ പ്രോബ്ലം ഇൻ ഓർഡർ ബുക്ക് ഓൾസോ ഫോർ ടാറ്റ. സെയിൽസ് ആർ ഇൻക്രീസിങ്, നെറ്റ് പ്രോഫിറ്റ്സ് ആർ ഇൻക്രീസിങ്, എവറിത്തിങ് ഇസ് ഗുഡ് സോ ഫാർ. ഇനി നോക്കാനുള്ളത് ഇതിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്ത് ഈ ബിസിനസ്സിന് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. 2029 ആകുമ്പോഴത്തേനും 6,300 GDP റേഞ്ചിലേക്കാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നതാണ് പ്രൊജക്റ്റഡ് GDP എന്ന് പറയുന്നത്. റൈറ്റ്, ഇപ്പോൾ നമ്മളുള്ളത് ഏകദേശം 2024 ഈ റേഞ്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് പ്രൊജക്ഷനാണ്. ഈ പ്രൊജക്ഷൻ ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട്. അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇവിടെ നിന്നുള്ള പ്രൊഡിക്ഷൻ ഇനി മുമ്പോട്ട് അച്ചീവ് ചെയ്യാൻ പറ്റില്ലേ നമ്മളെ കൊണ്ട്? നമ്മൾ ഗ്രോ ആവുന്ന കൺട്രി ആണല്ലോ. സോ അതിൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ GDP ഗ്രോ ആകുമ്പോൾ എന്താവും? നമുക്ക് സ്പെൻഡിങ് പവർ ഉണ്ടാവും, ആൾക്കാരുടെ കയ്യിൽ പൈസ ഉണ്ടാവും, അവർ കാറുകൾ തീർച്ചയായിട്ടും വാങ്ങിക്കും. ദർ ഇസ് നോ പ്രോബ്ലം ഇൻ ദാറ്റ്. വൈ? ബിക്കോസ് ഇൻട്രീം യൂണിയൻ ബജറ്റിൽ ലാസ്റ്റ് 24-25 ബജറ്റിൽ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്തേക്കുന്നത് 11.1% ആണ് ഇൻ ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഏകദേശം 11 ലക്ഷം കോടി രൂപ, അമൗണ്ടിങ് ടു 3.4% ഓഫ് ദ GDP. അപ്പോൾ അത്രയും പൈസ ഇന്ത്യൻ ഗവൺമെൻറ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ അവിടെ എന്താവും? പിന്നെ എക്കണോമിയിൽ ജോബ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ജോബ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ജോലി കിട്ടും. ദെൻ അഗെയിൻ ആ മണി മാർക്കറ്റിൽ സ്പെൻഡ് ആവാൻ തുടങ്ങും. ഇങ്ങനെയാണ് നമ്മൾ സൈക്കിൾ പോയിക്കൊണ്ടിരിക്കുക മുകളിലോട്ട്. അപ്പോൾ നമ്മളൊരു ഗ്രോത്ത് ട്രജക്ടറിയിലുള്ള കൺട്രി ആയതുകൊണ്ട് ദർ ഇസ് നോ പ്രോബ്ലം ഇൻ ഗ്രോത്ത്. പിന്നെ അടുത്തൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ EV മാർക്കറ്റ്, ഇന്ത്യ ആസ് എ കൺട്രി, ഇന്ത്യ EV മാർക്കറ്റ് ഈസ് പ്രൊജക്റ്റഡ് ടു എക്സ്പാൻഡ് ഫ്രം 3.21 ബില്യൺ ഇൻ 2022 ടു 113.99 ബില്യൺ ബൈ 2029. 113. അപ്പോൾ അത് എത്ര വലിയ ജമ്പ് ആയിരിക്കുന്നതാണ് എക്കണോമിസ്റ്റുകളും വലിയ ഏജൻസികളും ഒക്കെ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 3.21 ബില്യൺ നിന്ന് 113 എന്ന ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ മാറുമ്പോൾ ഇവിടെ EV മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള നല്ല പ്ലെയേഴ്സ്, അവരുണ്ടാക്കുന്ന വണ്ടികൾ, ഇതൊക്കെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഈ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അത് സെക്കൻഡ് റീസൺ ആണ്. തേർഡ് റീസൺ ആണ് ആക്ച്വലി കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഇന്ത്യ ടോപ്സ് ജപ്പാൻ അഗെയിൻ ആസ് വേൾഡ്സ് നമ്പർ 3
ഓട്ടോ മാർക്കറ്റ്. വേൾഡിലെ നമ്പർ 3 ഓട്ടോ മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളും എല്ലാം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാവുന്നതാണ്. EV മാർക്കറ്റിൽ ഇന്ത്യ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്നും ഗ്രോത്ത് ഉണ്ടാവും. ഇത് കണ്ടില്ലേ, ഇവിടെ കൊടുത്തിട്ടുണ്ട് അഹെഡ് ഓഫ് ജപ്പാൻ ബട്ട് ബിഹൈൻഡ് ചൈന ആൻഡ് ദ US. അപ്പോൾ ടോപ്പ് 3-ലെത്തി. ആദ്യം ജപ്പാൻ ആയിരുന്നു ഇതിന് മുമ്പ് മുകളിൽ ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഇന്ത്യയാണ്. അപ്പോൾ ഫോർ ദ സെക്കൻഡ് കൺസിക്യൂട്ടീവ് ഇയർ അതും സംഭവിക്കുന്നുണ്ട്. മറ്റൊരു ഡാറ്റ നിങ്ങൾ കാണുന്നത് എന്താണ്? ഹൂ ഓൺസ് ദ മോസ്റ്റ് വെഹിക്കിൾ പെർ ക്യാപിറ്റ ബൈ കൺട്രി. ആ ഡാറ്റ നമ്മൾ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ 1000 ആൾക്കാരുടെ ഇടയ്ക്ക് എത്ര കാറുകൾ മാർക്കറ്റിലുണ്ട്, അതാണ് നമ്മൾ നോക്കുന്നത്. ആ ഡാറ്റ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇവിടെ കാണുന്നത്? നോർത്ത് അമേരിക്കയിൽ 1000 ആൾക്കാർക്ക് 860 കാറുകൾ അവിടെ കൺട്രിയിലുണ്ട്, റൈറ്റ്. അതേപോലെ തന്നെ കാനഡ 700 ആണ്, മെക്സിക്കോ 300 ആണ്, യൂറോപ്പ് 700 റേഞ്ചിലാണ് മൊത്തം ഉള്ളത്, യൂറോപ്പ് ആ ഭാഗങ്ങളൊക്കെ. ഏഷ്യ നമ്മൾ നോക്കുമ്പോൾ എത്രയാണ്? ഏഷ്യയിൽ ചൈന എന്ന് പറയുന്ന കൺട്രി 223 കാറുകളാണ് ചൈനയിലെ 1000 ആൾക്കാർക്ക് ഉള്ളത്. ഓക്കെ, 223 കാറുകൾ. അപ്പോൾ അവിടെ നിന്ന് ചൈനയ്ക്കും ഇനി ഗ്രോത്ത് ഉണ്ടാവാൻ ബാക്കിയുണ്ട്. അപ്പം ഇന്ത്യ എവിടെ ഉള്ളത്? ഇന്ത്യയുടെ 33 കാറുകൾ മാത്രമാണ് 1000 ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ടാറ്റ മോട്ടോഴ്സ് പോലത്തെ ഒരു കമ്പനി EV മാർക്കറ്റിൽ നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, പിന്നെ ഇപ്പോൾ ഇവിടുന്ന് ഈ സ്റ്റോക്ക് പ്രൈസ് ഇവിടുന്ന് കുറച്ച് താഴേക്ക് വന്നാലും ഈ കമ്പനിക്ക് ഇവിടുന്ന് ഗ്രോത്ത് ഉണ്ടാവുമോ ഇല്ലയോ? നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ 33 കാറുകൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. ഇത്രയും പ്രൊഡക്ഷൻ കമ്പനികൾ മാർക്കറ്റിലുണ്ടെന്ന് വെച്ചാൽ ഹ്യുണ്ടായി ഉണ്ട്, മാരുതി ഉണ്ട്, ടാറ്റ ഉണ്ട്, എല്ലാ കമ്പനികളും ഉണ്ട്. എന്നിട്ട് പോലും ഞാൻ പറയുന്നു 33 കാറുകൾ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഇവിടുന്ന് 223 റേഞ്ചിലേക്ക്, ചൈനയുടെ റേഞ്ചിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന കൺട്രി ആണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം സ്റ്റോക്ക് പ്രൈസിൽ? ഇനി നോക്കാനുള്ളത് ടെക്നിക്കൽ അനലൈസിസ് ആണ്. നമ്മൾ ബിസിനസ് നോക്കി മനസ്സിലായി, ഗ്രോത്ത് ഉണ്ടോ എന്ന് നോക്കി മനസ്സിലായി, ഗ്രോത്ത് ഉണ്ട്, ഒരു പ്രശ്നമില്ല. പിന്നെ ഫണ്ടമെന്റൽസ് നോക്കി, അതിനകത്തും എല്ലാ നമ്പേഴ്സും ഗ്രോത്തിലാണുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടെക്നിക്കൽ അനലൈസിസ് ആണ്. ടെക്നിക്കലിൽ കഴിഞ്ഞ വർഷം 2021 ഞാൻ ഒരു ട്രേഡ് എടുത്തിരുന്നു, അതേ ചാർട്ടാണിത്. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് ഇവിടെ അച്ചീവ് ആയി, അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഈ ലെവലിൽ നിന്നൊക്കെയാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുമ്പോൾ ഇപ്പോൾ ഇതിനകത്തൊരു പുതിയൊരു പാറ്റേൺ ഇപ്പോൾ ഫോം ആയിട്ടുണ്ട്. എന്താണ് ആ പാറ്റേൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊരു റേഞ്ച് ബൗണ്ട് പാറ്റേണും ഉണ്ട്, പ്ലസ് ബാക്കിയുള്ള കുറേ പാറ്റേൺസ് ഉണ്ട് ഇതിനകത്ത്. കണ്ടോ, ഇതൊരു റേഞ്ചാണ് ബേസിക്കലി. ഈ റേഞ്ചിൽ തന്നെ ഇതിൻ്റെ പ്രൈസ് ഒരുപാട് വട്ടം പോയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതൊരു റേഞ്ചാണ്, ഇതൊന്ന് അല്ലേ, ഇതൊരു രണ്ടാമത്തെ റേഞ്ചാണ് ഇതാ ഇവിടെ. അപ്പോൾ ഇതേ രീതിയിൽ കറണ്ട് പ്രൈസിൽ നിന്ന് ആ റേഞ്ചിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടാവുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് 40% ടാർഗറ്റ് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. 40 അല്ല, 43% ടാർഗറ്റ് ഇവിടുന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. സാധ്യത എന്താ പറയുക, ടാർഗറ്റ് ഇതൊന്നും ബയോസെൽ റെക്കമെൻഡേഷൻ അല്ല സുഹൃത്തുക്കളെ. നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺവിക്ഷൻ പവർ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കൺവിക്ഷൻ പവർ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. എന്നാൽ മാത്രമേ എനിക്ക് ഈ സ്റ്റോക്ക് പ്രൈസ് ഇവിടുന്ന് ഇനിയിപ്പോൾ താഴേക്ക് ഒരു 10% താഴേക്ക് വന്നാലും ഐ ഡോണ്ട് കെയർ. അതെന്തുകൊണ്ടാണ്? ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇത് മാത്രമല്ല ഞാൻ നോക്കുന്നത് കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അതിൽ 10-15 മിനിറ്റിൻ്റെ വീഡിയോയിൽ എങ്ങനെ പറയാനാണ് അത് മൊത്തം? അത് പറയാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയാണ് ഇതുള്ളത്. സോ ഈ ഒരു ലെവലിൽ നിന്ന്, ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിൽ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 40% ഒരു ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല, കുറച്ചുകൂടെ ഇപ്പോൾ മാർക്കറ്റ് താഴേക്ക് വന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ ഏകദേശം, ഞാനിപ്പോൾ ഓൾറെഡി ഇൻവെസ്റ്റഡ് ആണ്, കുറച്ച് ഞാൻ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, കുറേശ്ശെ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഈ ലെവലിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് പ്രൈസ് താഴെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ ഏകദേശം ഈ ലെവൽ വരെയൊക്കെ ഈ പ്രൈസ് വന്നു കഴിഞ്ഞാൽ, അവിടെ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 70% ഒരു ടാർഗറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അതല്ല, പിന്നെ എന്താ പറയുക, ആ ടാർഗറ്റിൽ നിന്ന് നമ്മുടെ നേരത്തെ കണ്ട റേഞ്ച് ബൗണ്ടിലേക്ക് മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു 50% ടാർഗറ്റ് എനിക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ എനിക്കിവിടെ കാണുന്നുണ്ട് ചാർട്ടിൽ. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാത്തത് കൊണ്ട് തന്നെ കമ്പനീനെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ പഠിക്കുമ്പോൾ, അതിലെ പ്രൊമോട്ടറിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുക എന്തൊക്കെയാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്, ഞാൻ എവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ള കാര്യം. ഞാൻ പ്രൈസിൽ സ്റ്റോപ്പ് ലോസ് വെക്കാറില്ല. അപ്പം നല്ല സ്റ്റോക്കുകൾ നല്ല രീതിയിൽ മാർക്കറ്റ് കറക്ഷൻ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ആ സ്റ്റോക്ക് പൊട്ടി പാളീസായി താഴേക്ക് വന്ന് പിന്നെ റിക്കവറി ആകുമ്പോൾ ട്രേഡ് ചെയ്യുക, സമയം കൊടുക്കുക, ഗ്രോത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് ആ ടാർഗറ്റിൽ എത്തുന്നവരെ ഹോൾഡ് ചെയ്യുക. ഇതാണ് എൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കാം, ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാം, എല്ലാം കണ്ട് മനസ്സിലാക്കാൻ നോക്കുക. വാട്സപ്പ് ചാനലിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്.
ഇതാണ് ഇൻസ്റ്റാഗ്രാം പേജ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ആക്റ്റീവ് ആയിട്ടേ ഉള്ളൂ. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇതിനകത്ത് എന്താ പറയുക, ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ എനിക്ക് പെട്ടെന്ന് അവിടെ ചെയ്ത് എന്താ പറയുക, എഡിറ്റ് ചെയ്ത് അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഡെയിലി വീഡിയോസ് വരുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, റീസെൻ്റ് ആയിട്ട് ഞാൻ ലൈവ് ഇൻവെസ്റ്റിങ്ങും അതിനകത്ത് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ലൈവായിട്ട് വാങ്ങിക്കുമ്പോൾ അതും ഞാൻ അവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ഈ പേജ് ഫോളോ ചെയ്തോളൂ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതിനകത്ത് വരുന്ന ഒരു കാര്യങ്ങളും ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഞാൻ എൻ്റെ സ്വന്തം ബൈയിങ്സ് ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ എടുക്കണോ വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തം തീരുമാനിക്കുക. കാരണം അത് ചെയ്യാനുള്ള അതോറിറ്റി എനിക്കില്ല. ഐ ആം നോട്ട് എ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ടാറ്റേൻ്റെ EV സെഗ്മെൻറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, so thank you so much for watching this video guys. I'll see you with another one. Bye bye.